കുറേ ദിവസമായിട്ട് എടുത്ത് വെച്ചേക്കുന്ന കുറച്ച് വീഡിയോസാണിത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാമേ. ഫ്രണ്ടിൻ്റെ പേരെന്തോ? ഞാനിവിടെ 4 മണിക്കാണ് ട്യൂഷൻ തുടങ്ങുന്നത്. ഉണ്ണിക്കണ്ണൻ ലൂർദിലാണ് പഠിക്കുന്നത്. അവൻ 3:45 വീട്ടിൽ ട്യൂഷന് വരും. റിച്ചുവിന് 8-ാം തീയതി തൊട്ടായിരുന്നു സ്കൂൾ തുടങ്ങിയത്. അതിനു മുമ്പ് അവൻ നേരത്തെ വരുമായിരുന്നു. ഇപ്പം താമസിച്ചാണ് വരുന്നത്. ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ കുട്ടികൾ കുറവായതുകൊണ്ട് വീഡിയോ എടുക്കാനായാലും ഇവരോട് സംസാരിക്കാനും ഒക്കെ കൂടുതൽ സമയം കിട്ടും. പക്ഷേ ഇതിനിടയ്ക്ക് വെച്ചിട്ട് പിന്നെ എനിക്ക് ടൈം കാണത്തില്ല. പക്ഷേ ഇവരുടെ കഥകൾ നിൽക്കത്തില്ല കേട്ടോ. അപ്പോഴും വരും, ചേച്ചി ഒരു കാര്യമുണ്ടെന്നും പറഞ്ഞിട്ട്. നേരത്തെ പഠിച്ച കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 5ന്റെ 6ന്റെ 7ന്റെയാണ് സ്റ്റേറ്റ് സിലബസ്. 2024 വരേക്കും അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പാദവാർഷികം, അർദ്ധവാർഷികം, വാർഷിക പരീക്ഷ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ 2025 മുതൽ ക്വസ്റ്റ്യൻ്റെ പേര് തന്നെ ആത്യന്തിക വിലയിരുത്തൽ എന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണിന് മാറ്റം വന്നിട്ടുണ്ട്. പുസ്തകം നന്നായിട്ട് വായിച്ചില്ലെങ്കിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റത്തില്ല. 2024 വരെയൊക്കെ നമുക്ക് പാഠം മനസ്സിലാക്കി വെച്ചിരുന്ന മലയാളത്തിനൊക്കെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുമായിരുന്നു. അതായത് ഒരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എയും ബിയും ക്വസ്റ്റ്യൻ കാണും. അത്യാവശ്യം മലയാളം കൈകാര്യം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ബി ചോദ്യം എന്ന് പറയുമ്പം ആ പുസ്തകവുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും. പക്ഷേ ഇപ്പോൾ ചോദിക്കുന്ന മലയാളം ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് പുസ്തകം നന്നായിട്ട് വായിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സബ്ജക്റ്റിൻ്റെ ആയാലും പുസ്തകം നന്നായിട്ട് വായിച്ചില്ലെങ്കിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റില്ല. 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്തത് കേട്ടോ. ഇനി സമയം കിട്ടുമ്പോൾ അവരെ കൊണ്ട് അത് എഴുതിപ്പിച്ച് ഈ സമ്മർ വെക്കേഷന് നമുക്ക് പഠിപ്പിക്കാൻ കിട്ടുന്ന കണക്ക് ഒരു മാസവും നമുക്ക് പഠിപ്പിക്കാൻ കിട്ടില്ല. വളരെ അടുത്ത കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും പൊടിതട്ടി എടുക്കാൻ പറ്റുന്നൊരു സമയമാണ്. അത് അവർക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് പലവട്ടവും തോന്നിയിട്ടുമുണ്ട്. ഇത്രയാണ് എൻ്റെ ഹാർട്ടിൻ്റെ വലിപ്പം. മഹാദേവിൻ്റെ ഹാർട്ടിൻ്റെ വലിപ്പം കാണിച്ച്. അയ്യോ അതാണ്ട് അത്ര. കിച്ചുവിൻ്റെ മറവേടെയാണെന്ന് തോന്നുന്നു. കുഞ്ഞി ഹൃദയമാണ് കേട്ടോ. പുഷ്ടിയുടെ വലിപ്പമാണ് നമ്മുടെ ഹൃദയം. ഹാർട്ട് എന്തിനാ സഹായിക്കുന്നത്? എന്തുവാണ് ഹാർട്ട്? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മഹാദേവന് പഠിക്കാനുള്ളത് ഇന്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള ഹാർട്ട്, ലങ്സ്, ബ്രെയിന്, കിഡ്നി ഇവയെക്കുറിച്ചൊക്കെയാണ്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പം വയറേ ശരണം പാടി നടക്കും തീറ്റക്കൊതിയും കുഞ്ഞവറാൻ്റെ പാട്ടും പാടിക്കൊണ്ടായിരുന്നു നടക്കുന്നത്. അല്ല, ആ പാട്ട് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ.